കൈകൂപ്പി കോടതിക്ക് മുന്നിൽ മാപ്പ് പറഞ്ഞിട്ടും രക്ഷയില്ല. മൂന്നാം തവണയും SIT അഥവാ പ്രത്യേക അന്വേഷണ സംഘം PS പ്രശാന്ത് എന്ന മുൻ ദേവസ്വം ബോർഡ് അധ്യക്ഷനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോൾ കേരളത്തെ പിടിച്ചുകുലുക്കിയ സ്വർണ്ണക്കൊള്ള പുതിയ വഴിത്തിരിവിലേക്ക് പോകുന്നു. മൂന്നാമൂഴം സ്വപ്നം കണ്ടിറങ്ങിയ പിണറായി വിജയന്റെ കസേര വരെ തെറിപ്പിക്കാൻ കാരണമായ സ്വർണ്ണക്കൊള്ള കോടതി കയ്യോടെ പൊക്കിയപ്പോൾ തന്റെ പാർട്ടിക്കാരിൽ ഒരാളെ പോലും പുറത്താക്കാൻ ഇതുവരെ പിണറായി വിജയൻ തയ്യാറായിട്ടില്ല. പക്ഷെ പിന്നീട് നമ്മൾ കണ്ടത് SITയുടെ മെല്ലെപ്പോക്കും കുറ്റപത്രം സമർപ്പിക്കാതിരിക്കലും അതുവഴി പത്മകുമാറും വാസുവും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമടക്കം സകലരും 90 ദിവസത്തിന് ശേഷം സ്വാഭാവിക ജാമ്യത്തിൽ ഇറങ്ങിയതായിരുന്നു. പിന്നീട് കൊണ്ടുപിടിച്ച തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കേരളം കടന്നപ്പോൾ അവിടെ സ്വർണ്ണക്കൊള്ള ഒരു വിഷയമായി മാറി. എങ്കിലും SIT അന്വേഷണം ആരെയോ സംരക്ഷിക്കാൻ എന്ന പോലെ മെല്ലെപ്പോക്ക് തുടർന്നുകൊണ്ടേയിരുന്നു. എന്നാൽ എല്ലാ കൊട്ടിക്കലാശവും കഴിഞ്ഞപ്പോൾ ഇതാ വീണ്ടും SIT ചോദ്യം ചെയ്യലിനായി PS പ്രശാന്തിനെ വിളിപ്പിക്കുമ്പോൾ സ്വർണ്ണക്കൊള്ള പുതിയ വഴിത്തിരിവിലേക്ക് നീങ്ങുകയാണ്. ശബരിമലയിലെ പവിത്രമായ ശ്രീകോവിലിൽ പതിപ്പിക്കാനായി ഭക്തർ നൽകിയ സ്വർണത്തിൽ കൈയിട്ട് വാരിയവർ ആരൊക്കെയാണ് എന്ന ചോദ്യത്തിനുള്ള ഉത്തരത്തിലേക്കാണിപ്പോൾ അന്വേഷണ സംഘം വിരൽ ചൂണ്ടുന്നത്. 2025 ശബരിമല ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണ്ണപ്പാളി പതിക്കുന്നതുമായി ബന്ധപ്പെട്ടുയർന്ന അഴിമതി ആരോപണം അത് വെറുമൊരു സാമ്പത്തിക ക്രമക്കേട് മാത്രമായിരുന്നില്ല. സ്വർണ്ണപ്പാളികൾ ശില്പി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആലപ്പുഴയിലെ പണിശാലയിലേക്കും അവിടെ നിന്ന് ചെന്നൈയിലേക്കും കൊണ്ടുപോയപ്പോൾ മാനദണ്ഡങ്ങൾ പാലിച്ചിരുന്നില്ല എന്ന കണ്ടെത്തലോടെയാണ് ഈ വൻകൊള്ള വെളിച്ചത്ത് വരുന്നത്. ഹൈക്കോടതിയുടെയോ ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെയോ മുൻകൂർ അനുമതി വാങ്ങാതെയാണ് ഇത്തരമൊരു നീക്കം നടന്നത് എന്ന കണ്ടെത്തൽ ദേവസ്വം ബോർഡിനെ തുടക്കം മുതലേ പ്രതിരോധത്തിലാക്കിയിരുന്നു. ഈ കേസിൽ ഏറ്റവും പുതിയ വികാസം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷൻ PS പ്രശാന്തിന്റെ ചോദ്യം ചെയ്യൽ തന്നെയാണ്. തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് വെച്ച് നടന്നത് അദ്ദേഹത്തിന്റെ 3ാം ഘട്ട ചോദ്യം ചെയ്യലായിരുന്നു. സ്വർണ്ണപ്പാളികൾ കൈമാറുന്ന സമയത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന നിലയിൽ പ്രശാന്തിന്റെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും അതുപോലെ ഈ ഇടപാടിൽ അദ്ദേഹം പുലർത്തിയ അതീവ രഹസ്യാത്മകതയെക്കുറിച്ചുമാണ് പ്രത്യേക അന്വേഷണ സംഘം പ്രധാനമായും ചോദിച്ചത്. പ്രശാന്തിനൊപ്പം തന്നെ മുൻ ബോർഡംഗമായിരുന്ന അജികുമാറിനെയും സംഘം വിശദമായി ചോദ്യം ചെയ്തിട്ടുണ്ട്. സ്വർണത്തിന്റെ അളവിൽ കൃത്രിമം നടന്നതായും ഔദ്യോഗിക നടപടിക്രമങ്ങൾ ലംഘിക്കപ്പെട്ടതായും അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നു. പ്രത്യേകിച്ചും തിരുവാഭരണം കമ്മീഷണറുടെ മൊഴി ഈ ഘട്ടത്തിൽ അതീവ നിർണായകമാണ്. മറുഭാഗത്ത് ഈ കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉദ്യോഗസ്ഥർക്കെതിരെ കോടതിയെ സമീപിച്ചിരിക്കുന്നത് കേസിനെ കൂടുതൽ സങ്കീർണമാക്കുന്നു. തന്നെ ബലിയാടാക്കുകയാണെന്നും ദേവസ്വം ബോർഡിലെ ഉന്നതർക്കും രാഷ്ട്രീയക്കാർക്കും ഈ അഴിമതിയിൽ പങ്കുണ്ടെന്നുമാണ് അദ്ദേഹം കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. അന്വേഷണ സംഘം തെളിവുകൾ കെട്ടിച്ചമച്ചുവെന്നും തന്നെ വ്യക്തിഹത്യ ചെയ്യാൻ ശ്രമിച്ചുവെന്നും അദ്ദേഹം ആരോപിക്കുകയാണ്. 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിയാതെ വന്നതോടെ ഫെബ്രുവരിയിൽ അദ്ദേഹത്തിന് നിയമപരമായ ജാമ്യം അഥവാ സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം ലഭിച്ചിരിക്കുന്നു. ഇത് അന്വേഷണ സംഘത്തിന് വലിയ തിരിച്ചടിയാവുകയും ആക്ഷേപങ്ങൾക്ക് കാരണമാകുകയും ചെയ്തിരുന്നു. ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം സ്വർണ്ണപ്പാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയപ്പോൾ അവിടെ വെച്ച് സ്വർണത്തിൻ്റെ അളവിൽ മാറ്റം വരുത്തിയോ അതോ പുതിയ പാളികൾ നിർമ്മിച്ചതിൽ വൻ ക്രമക്കേടുണ്ടോ എന്നാണ് SIT പ്രധാനമായും പരിശോധിക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ രാഷ്ട്രീയ പ്രമുഖരിലേക്കും ഉന്നത ഉദ്യോഗസ്ഥരിലേക്കും അന്വേഷണം നീളാനാണ് സാധ്യത. ഹൈക്കോടതിയുടെ കടുത്ത നിരീക്ഷണത്തിലുള്ള ഈ കേസിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുകളോ നിർണായകമായ വെളിപ്പെടുത്തലുകളോ ഉണ്ടായേക്കാം. ഭക്തലക്ഷങ്ങൾ പുണ്യമായി കാണുന്ന ശബരിമലയിലെ സ്വർണവുമായി ബന്ധപ്പെട്ട ഈ അഴിമതിക്കഥയുടെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരുവാനുള്ള കടുത്ത പരിശ്രമത്തിലാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം.